മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ നല്ലൊരു കാര്യമായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പാമ്പുകടി, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണം മൂലം മനുഷ്യന് എന്തെങ്കിലും പരിക്ക് പറ്റിയോ മരണമടയുകയോ ചെയ്തു കഴിഞ്ഞാൽ, മരണമടഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് 4 ലക്ഷം രൂപയും ഒരു പരിക്കാണ് പറ്റുന്നതെങ്കിൽ 2.5 ലക്ഷം രൂപയുമാണ്. പുതിയ നിയമപ്രകാരമാണത് വന്നിരിക്കുന്നത്. നേരത്തെ വെറും 2 ലക്ഷം രൂപയായിരുന്നു ഈ ഒരു വന്യജീവി ആക്രമണം, മീൻസ് പാമ്പ്, കടന്നല്, തേനീച്ച എന്നിവയുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ ആക്രമണം മൂലം മനുഷ്യന് ഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴും അത് 4 ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പൊതു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം മനുഷ്യന്റെ ജീവനുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പം വന്യജീവിക്ക് ഉണ്ടാവേണ്ട കുറച്ച് റൈറ്റ് ഉണ്ട്. മനുഷ്യൻ കാട് കയറി കിടന്ന് വന്യജീവി ആക്രമിക്കുക, അവരെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ്. പക്ഷേ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്ന് വന്യജീവി ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇനി ഏത് വന്യജീവിയാണെന്ന് പറഞ്ഞിരുന്നാൽ പോലും അത് മനുഷ്യന്റെ ജീവനേക്കാൾ മുകളിൽ ഒരു അവകാശം അതിന് ഉണ്ടാകരുത്. അതിനുവേണ്ടി വാദിച്ച് നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ ഒരു ജീവൻ പോയിട്ട് പണം കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോ ജീവനാണ് മുഖ്യം, അത് ശ്രദ്ധിക്കുക. അപ്പൊ അതില്ലാതാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളും സപ്പോർട്ടും വന്യജീവിക്കോ നാട്ടുജീവികൾക്ക് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഇപ്പൊ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിവർഗങ്ങളെ പ്രത്യേകിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് നാട്ടിലുണ്ടാക്കുന്നത്. അപ്പൊ അതിനെ ആ രീതിയിൽ പ്രത്യേകിച്ചൊരു ഒരു നിയമം അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. ഈ തെരുവ് പട്ടികൾ അതിനകത്തുള്ളത്, അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, 4 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പിന്നീട് അത് നേരത്തെ വന്യവകുപ്പ് അവരുടെ വനം വകുപ്പിന്റെ കീഴിലായിരുന്നു ആ എമൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വന്യജീവിയുടെ ആക്രമണം മൂലം മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ എന്നുള്ളത് വന്യജീവി ഏത് വന്യജീവിയാണെങ്കിലും 10 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുത്തിരിക്കണം എന്നുള്ളത് അത് അതേപോലെ നിൽപ്പുണ്ട്. ഇത് പ്രത്യേക തരമാണ്. പാമ്പ്, തേനീച്ച, പിന്നെ കടന്നൽ എന്നിവ ആക്രമിച്ചു കഴിഞ്ഞാലാണ് 4 ലക്ഷം രൂപ ഈടാക്കുന്നത്. നേരത്തെ 2 ലക്ഷം രൂപയിൽ നിന്നാണ് ഇപ്പോൾ 4 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ മരണം ഡോക്ടർ സ്ഥിരീകരിച്ചിരിക്കണം. ഡോക്ടർ പറയണം ഇന്ന കാരണം കൊണ്ടാണ്, ഈ പാമ്പ് കടി കൊണ്ടാണ് ഇന്ന വ്യക്തി മരണപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ ഈ എമൗണ്ട്